ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിവിൽ മിത്ര. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ സിവിൽ മിത്രേൻ്റെ 5th ക്ലാസ്സാണിന്ന്. നമ്മൾ ചെയിൻ സർവേൻ്റെ ബേസിക്സ് ആൻഡ് ടെർമിനോളജീസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് കോമൺ മെത്തേഡ് ഓഫ് മെഷറിങ് ഡയറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് ചെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ചെയിൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രം എടുത്തുകൊണ്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ ആണ് ചെയിൻ സർവേ. ആംഗുലർ മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സർവേ ആണ്. ആംഗുലർ മെഷർമെൻറ്റ്സ് എടുക്കുന്നില്ല. നമുക്ക് മെഷർ ചെയ്യേണ്ട ഏരിയ നമ്മൾ കുറേ നെറ്റ്വർക്ക്സ് ഓഫ് ട്രയാങ്കിൾസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് മെഷർ ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഫീൽഡിൽ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് മെഷർ ചെയ്യും യൂസിങ് ചെയിൻ ഓർ ടേപ്പ്. എന്നിട്ട് നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യും. ഇതാണ് ചെയിൻ സർവേയിൽ ചെയ്യുന്നത്. ഇനി ചെയിൻ സർവേൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കാം. ഗ്രൗണ്ട് ഒരു ലെവൽഡ് ആണെങ്കിൽ വിത്ത് സിമ്പിൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ചെയിൻ സർവേ ചെയ്യും. പിന്നെ പ്ലാൻസ് നമുക്ക് കിട്ടേണ്ട പ്ലാൻസ് ലാർജ് സ്കെയിൽ ആണെങ്കിൽ നമ്മൾ ചെയിൻ സർവേ ആണ് ചെയ്യുക. അതേപോലെ മെഷർ ചെയ്യേണ്ട ഏരിയ സ്മോൾ ആണെങ്കിൽ ചെയിൻ സർവേ ആണ് ചെയ്യുക. നമുക്ക് മെഷർ ചെയ്യേണ്ട ഏരിയ നമുക്കൊരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്തൊക്കെയാണ് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇത് നമ്മൾ അൺസ്യൂട്ടബിൾ ആണെന്ന് പറയുന്ന കണ്ടീഷൻസ് ഈ കണ്ടീഷൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഏരിയ വളരെ കൂടുതലുള്ള കേസുകളിൽ, പിന്നെ ഏരിയ നമ്മുടെ ലെവലല്ലാണ്ട് കുറേ അണ്ടുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏരിയനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അണ്ടുലേഷൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് ആ ഏരിയനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഏരിയ വളരെ ക്രൗഡഡ് ആണെങ്കിൽ നമുക്ക് ചെയിൻ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കേസിലൊന്നും നമുക്ക് ചെയിൻ സർവേ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെൽ കണ്ടീഷൻ ട്രയാങ്കിളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ചെയിൻ സർവേ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ലാൻഡ് സർവേൻ്റെ നമ്മൾ 2 മെത്തേഡ്സുകളാണുള്ളത്. നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സർവേയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ട് ട്രയാങ്കുലേഷൻ ആൻഡ് ട്രാവേഴ്സിങ് സർവേ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ട്രയാങ്കുലേഷൻ ആൻഡ് ട്രാവേഴ്സിങ്. അപ്പോൾ ട്രയാങ്കുലേഷൻ നമ്മൾ ഏരിയനെ കുറേ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ട്രയാങ്കിൾസിന് സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടാവുക. ട്രാവേഴ്സിങ് ആണെങ്കിൽ സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസിനെയാണ് നമ്മൾ ട്രാവേഴ്സ് എന്ന് പറയാം. ഒരു ലൈനും അതിലേക്കുള്ള ആംഗിളും മെഷർ ചെയ്ത് സർവേ ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ലീനിയർ മെഷർമെൻറ്റ്സ് നമ്മൾ ചെയിൻ ഓർ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യും ട്രാവേഴ്സിങ്ങിൽ. അതേപോലെ ആംഗുലർ മെഷർമെൻറ്റ്സ് കോമ്പസ്, ടാക്യോമീറ്റർ, തിയോഡലൈറ്റ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യും. ഈ 2 ടൈപ്പ് ഓഫ് ട്രാവേഴ്സുകളാണുള്ളത്. ക്ലോസ്ഡ് ട്രാവേഴ്സിങ്ങും ഓപ്പൺ ട്രാവേഴ്സിങ്ങും. അപ്പോൾ ക്ലോസ്ഡ് ട്രാവേഴ്സിങ്ങിൽ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവേ ചെയ്ത് വന്നിട്ട് വീണ്ടും ഇതേ പോയിന്റിൽ തന്നെ ഈ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുവാണെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയും. ഓപ്പൺ ട്രാവേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരു പോയിന്റിലാണ് എൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് വെച്ചാൽ അതിനാണ് നമ്മൾ ഓപ്പൺ ട്രാവേഴ്സിങ് എന്ന് പറയാം. ഓക്കെ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നമ്മൾ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു അല്ലേ. വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ആൻഡ് ലൊക്കേറ്റിംഗ് എ പോയിന്റ് ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്സ് ഫ്രം എ ഫിക്സഡ് റെഫറൻസ് പോയിന്റ്. അതേപോലെ ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് ട്രയാങ്കുലേഷൻ. നമുക്ക് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ കുറേ നെറ്റ്വർക്ക്സ് ഓഫ് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓഫ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളായിരിക്കും. അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ട്രയാങ്കിൾസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നേച്ചർ ഓഫ് ദ ഗ്രൗണ്ടിനെ
അതിൻ്റെ ഷേപ്പ് ഓഫ് ദ ഗ്രൗണ്ടിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ട്രയാങ്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് കുറേ ടൈപ്പ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണം നമുക്ക് ട്രയാങ്കിൾസ് ആക്കാം, നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഏരിയൻ്റെ നേച്ചറിനെയും ഷേപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉണ്ടാവാം. നമ്മൾ ട്രയാങ്കിൾസൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് നമ്മൾ ഫീൽഡിൽ നിന്ന് മെഷർ ചെയ്യും, എന്നിട്ട് നമ്മളത് പ്ലോട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഏരിയ നമ്മൾ ട്രയാങ്കിളിന് സോൾവ് ചെയ്തിട്ടാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സൈഡ്സ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാം. നമുക്ക് 3 സൈഡ്സ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോമെട്രിക്കൽ ഫിഗറാണ് ട്രയാങ്കിൾ. അതുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഏരിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നെറ്റ്വർക്ക്സ് ഓഫ് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇതൊക്കെ കുറേ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ നെറ്റ്വർക്ക്സ് ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ABCD ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ 2 ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 2 ലൈൻസ് കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റാം. അത് നമ്മുടെ നേച്ചർ ഓഫ് ദി ഷേപ്പിനെയും നേച്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ദി ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കുറേ ട്രയാങ്കിൾസ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചെയിൻ ട്രയാങ്കുലേഷൻ യൂസ് ചെയ്യുന്ന ട്രയാങ്കിൾ ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും? ഈ ട്രയാങ്കിളിന് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ, ഇൻറ്റേർണൽ ആംഗിൾ 30 ഡിഗ്രീനേക്കാളും കുറയാനോ 120 ഡിഗ്രീനേക്കാളോ കൂടാനോ പാടില്ല. അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ വെൽ പ്രൊപ്പോർഷൻഡ് ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്നതിന് വെൽ കണ്ടീഷൻഡ്, വെൽ പ്രൊപ്പോർഷൻഡ് അല്ലെങ്കിൽ വെൽ ഷേപ്ഡ് ട്രയാങ്കിൾസ് എന്നൊക്കെ പറയുന്നതിന്. ബെസ്റ്റ് കണ്ടീഷൻഡ് അല്ലെങ്കിൽ ഐഡിയൽ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഒരു ബെസ്റ്റ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലായ്പ്പോഴും നമുക്കിങ്ങനെ ഇക്വിലാറ്റർ ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ആംഗിൾ 60-60-60 അങ്ങനെ വരുന്ന ട്രയാങ്കിളിനാണ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് പിന്നെ ഫീൽഡിൽ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇക്വിലാറ്റർ ട്രയാങ്കിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിലെന്താ അറ്റ്ലീസ്റ്റ് ഒരു ആംഗിൾ എന്തായിരിക്കും 30 ഡിഗ്രീനേക്കാളും കുറവോ അല്ലെങ്കിൽ 120 ഡിഗ്രീനേക്കാളും കൂടുതലോ ആയിരിക്കും. ഇത് ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെസ് ഷാർപ്പായിരിക്കും. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അപ്പെക്സ് പോയിൻ്റ് അതിന് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് സർവേ ചെയ്യാനൊക്കെ നമ്മൾ ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ നമ്മൾ സെറ്റ് ചെയ്യല്ലോ. ബിക്കോസ് അത് നമുക്ക് എറർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആണ് നമ്മളെ ഏരിയനെ നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയിൻ ട്രയാങ്കുലേഷനിൽ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നതെന്ന് നോക്കാം. നമുക്ക് 2 ലൈൻസ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത് സപ്പോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇത്, ഒരു ലൈൻ ഇത്. ഓക്കെ, ഇതിപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. 90 ഡിഗ്രിയിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒരൊറ്റ പോയിൻ്റിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ളൊരു പോയിൻ്റിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത്. ഇതൊരു സർവേ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 ആർക്കുകൾ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ആർക്ക്, ഈ പോയിൻ്റിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു, ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതൊരു 90 ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇതൊരൊറ്റ ഷാർപ്പ് പോയിന്റിലായിരിക്കും ഇത് മീറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇക്വിലാറ്റർ ട്രയാങ്കിളിലൊക്കെ ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിളാണ്, ഒരു ഷാർപ്പായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണിത് 2 ലൈൻസ് വന്നിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആകുന്ന കേസിൽ എന്താ സംഭവിക്കുകയെന്ന് നോക്കാം. ആംഗിൾ 30 ഡിഗ്രീനേക്കാൾ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിപ്പോൾ 30 ഡിഗ്രീനേക്കാളും കുറവാണ് ഈ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ഒറ്റ പോയിന്റിലാണ് ഈ 2 ലൈൻസ് തമ്മിൽ വന്ന് മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഇവിടെ കുറേ പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. ഇതിൽ ഏത് പോയിൻ്റ് വേണമെങ്കിലും ആകാം. അപ്പോൾ പ്ലോട്ടിങ്ങിൻ്റെ ആക്യുറസി ഭയങ്കര കുറവായിരിക്കും. അതപ്പോൾ ഈ പോയിൻ്റ് ആവാം, ഈ പോയിൻ്റ് ആകാം, ഈ പോയിൻ്റ് ആകാം, ഈ പോയിൻ്റ് ആകാം. കാരണം ഇതൊക്കെ പോസിബിലിറ്റീസാണ്. ഈ 2 ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇത് ഏത് പോയിൻറ്റ്സ് വേണമെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് പോയിൻ്റ്, നമുക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻ്റ് ആണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ പ്ലോട്ടിങ് ആക്യുറസി കുറവായിരിക്കും. നമ്മൾ ഈ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലോട്ടിങ് ആക്യുറസി കുറവായിരിക്കും. കൺസിഡറബിൾ എറേഴ്സ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. ആംഗിൾസ് ഇങ്ങനെ വല്ലാണ്ട് അക്യൂട്ട് അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആകുമ്പോൾ പ്ലോട്ടിങ് ആക്യുറസി ഇതേപോലെ കുറയും. അതുകൊണ്ടാണ് നമ്മളൊരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു ഐഡിയൽ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതാണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ. നോക്കൂ, ആംഗിൾസ് 60, 40, 80 ഒന്നും 30നേക്കാളും കുറവോ 120നേക്കാളും കൂടുതൽ ഇല്ല. അതേപോലെ ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ ഇതാണ് വരുന്നത്. ഇതിലെന്താ ആംഗിൾ ലെസ് ദാൻ 20 ആണ് വരുന്നത്. അതേപോലെ ഇവിടെ ആംഗിൾ 135 ആണ്, ഗ്രേറ്റർ ദാൻ 120 ആണ്. ഇത് എല്ലാ ആംഗിൾസും ഇതേപോലെ 30നേക്കാളും കുറവും അല്ലെങ്കിൽ 120നേക്കാളും കൂടുതലാവണമെന്നില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ആംഗിളെങ്കിലും 30നേക്കാളും കുറവോ അല്ലെങ്കിൽ 120നേക്കാളും കൂടുതലാവുന്ന ട്രയാങ്കിൾസ് നമ്മൾ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ സാവയിലെ ടേംസ് നോക്കാം. ആദ്യം ഫ്രെയിം വർക്ക്. സിസ്റ്റം ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ട്രയാങ്കിൾസ് കവറിങ് ദ ഏരിയ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയനെ കവർ ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ നേച്ചർ ഓഫ് ദി ഗ്രൗണ്ടിനെയും ഷേപ്പ് ഓഫ് ദി ഗ്രൗണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാവുക. നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. മോസ്റ്റ് സ്യൂട്ടബിൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ബാഡ് കണ്ടീഷനിൽ എൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഉണ്ടാവും കേട്ടോ, പക്ഷെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. നമ്മൾ സർവേ സ്റ്റേഷൻസ് ആണ് നോക്കുന്നത്. നമ്മൾ പിക്ചർ വെച്ചിട്ട് നമ്മൾ പറയും. ജസ്റ്റ് ഡെഫിനിഷൻസ് പറയാം. സർവേ സ്റ്റേഷൻസ് ബിഗിനിങ് ആൻഡ് എൻഡ് പോയിന്റ് ഓഫ് ദി ചെയിൻ ലൈൻസിനാണ് നമ്മൾ സർവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, മെയിൻ സർവേ സ്റ്റേഷൻസ് ആൻഡ് സബ്സിഡറി അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ്. അപ്പോൾ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി ചെയിൻ ലൈനാണ് നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള മെയിൻ പോയിൻറ്റ്സുകൾ നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബൗണ്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് റെഫറൻസ് സ്കെച്ചസ് വെച്ചിട്ടാണ്. അപ്പോൾ റെഫറൻസ് സ്കെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റെഫറൻസ് സ്കെച്ച് അല്ലെങ്കിൽ ഇൻഡെക്സ് സ്കെച്ച്. നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്കെച്ചിനെയാണ് നമ്മൾ റെഫറൻസ് സ്കെച്ച് എന്ന് പറയുന്നത്. സബ്സിഡറി അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് സെലക്റ്റഡ് ഓൺ ദി മെയിൻ സർവേ ലൈൻസിൽ ടു റൺ ഓക്സിലറി ലൈൻസ് ടു ലൊക്കേറ്റ് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ്. ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസ് അല്ലാണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേഷൻസിനെയാണ് സബ്സിഡറി സ്റ്റേഷൻസ് പറയുന്നത്. ഇനി സർവേ ലൈൻസ്, മെയിൻ സർവേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, മെയിൻ സർവേ സ്റ്റേഷൻസ് നമ്മൾ പറഞ്ഞു. മെയിൻ സർവേ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് മെയിൻ സർവേ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ സർവേ ലൈൻസിൽ തന്നെ നമ്മൾ ഏരിയനെ കുറേ സബ് ഡിവൈഡ് ചെയ്യും. നമ്മൾ കുറേ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ ലൈനെയാണ് നമ്മൾ ബേസ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സർവേൻ്റെ വർക്കിന് ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബേസ് ലൈനിൻ്റെ മെഷർമെൻറ്റിന് ഡിപ്പെൻഡേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിത് വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻവേർട്ട് ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് ലൈനിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ജനറലി നമ്മൾ ഈ ബേസ് ലൈനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏരിയ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ഏരിയനെ അപ്രോക്സിമേറ്റ്ലി ഒരു 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്ന തരത്തിലായിരിക്കും ബേസ് ലൈൻ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ 2 ടൈ സ്റ്റേഷനുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻ അല്ലെങ്കിൽ സബ്സിഡറി ലൈൻ അല്ലെങ്കിൽ ഓക്സിലറി ലൈൻ അല്ലെങ്കിൽ സെക്കൻഡറി ലൈൻ, ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. ടൈ ലൈനിൻ്റെ വേറെ നെയിംസുകളാണ്, പേരുകളാണ് ഇതൊക്കെ.
ഇത് എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈ ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടു അവോയ്ഡ് ലോങ് ഓഫ്സെറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു ബേസ് ലൈന് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബേസ് ലൈന് ഒത്തിരി ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ ഓഫ്സെറ്റുകൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടില്ല. ബേസ് ലൈന് വളരെ ദൂരത്തിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്കത് പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ ലോങ് ഓഫ്സെറ്റുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ. നമ്മുടെ സർവേ വർക്കിൻ്റെ ആക്യുറസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ എന്താണ് ഒരു അപ്പെക്സ് ഓഫ് ദി ട്രയാങ്കിൾസ് ടു ഫിക്സഡ് പോയിൻ്റ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ലൈൻ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെക്ക് ലൈൻ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് രണ്ട് സൈഡ്സിലെ ഫിക്സഡ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴും നമുക്ക് ചെക്ക് ലൈൻ കിട്ടും. ഓക്കെ, അത് നമ്മൾ പിക്ചർ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ എന്ന് വിചാരിക്കുക. ഓക്കെ, ABCD നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ റെക്കഗ്നൈസൻസ് ചെയ്യും. ആ സ്ഥലത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് സ്കെച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്താണ് റെക്കഗ്നൈസൻസ് സർവേക്ക് ശേഷം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തല്ലോ. ഇപ്പോൾ ABCD ഇങ്ങനെ പോയിൻറ്റ്സിൻ്റെ ബൗണ്ടറികളോട് ചേർന്നിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ABCD ഇവയാണ് മെയിൻ സർവേ സ്റ്റേഷൻസ്. ഇനി മെയിൻ സർവേ സ്റ്റേഷൻസുകളാണ് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, മെയിൻ സർവേ ലൈൻസ് അല്ലെങ്കിൽ ചെയിൻ ലൈൻ കിട്ടും. ഓക്കെ, ഇതാണ് AB ജോയിൻ ചെയ്തു, BC ജോയിൻ ചെയ്തു, CD ജോയിൻ ചെയ്തു, DA ജോയിൻ ചെയ്തു. അപ്പോൾ മെയിൻ സർവേ സ്റ്റേഷൻസുകളാണ് ABCD എന്നുള്ളത്. ഇവയെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ മെയിൻ സർവേ ലൈൻസ് കിട്ടി. ഓക്കെ, ഇതിൽ നമ്മളെന്താ ചെയ്യുക, നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് നമ്മളൊക്കെ ട്രയാങ്കിൾസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളാക്കി ഡിവൈഡ് ആയിട്ടില്ലേ. അപ്പോൾ ഇതിലുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വരക്കാം അല്ലേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാം. നമ്മൾ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ ലൈൻ ഏതാണോ അതിന്, ഇപ്പോൾ നമ്മൾ 4 സ്റ്റേഷൻസുകൾ മാത്രമല്ല ഉണ്ടായിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ വരുന്നത്. ഇപ്പോൾ കുറേ സ്റ്റേഷൻസുകൾ ഉണ്ടെങ്കിൽ കുറേ ട്രയാങ്കിൾസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ ലൈൻ നമ്മൾ എന്താക്കും, ബേസ് ലൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ വരുന്നത്. ഓക്കെ, BD ആണ് നമ്മുടെ ബേസ് ലൈൻ ഈ കേസിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്യുറസി ഓഫ് ദി നമ്മളെ എൻറ്റയർ വർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബേസ് ലൈനിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബേസ് ലൈൻ ഒരു ഇൻവേർട്ട് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്ലോട്ടിന് ഇപ്പോൾ നമ്മുടെ പ്ലോട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് 2 ആണ്. ഇതിപ്പോൾ ഒരു പാർട്ട്, ഓക്കെ, ഇത് ഒരു പാർട്ട്, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 2 ഈക്വൽ പാർട്ട് ആക്കി ഡിവൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഒരു ബേസ് ലൈൻ ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ സർവേ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഫീൽഡിലുള്ള മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ നമ്മുടെ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ നമുക്ക് വരക്കുന്നത് ശരിയാണോ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണ്ടേ. നമുക്ക് വെറുതെ കൊണ്ടുപോയി വരക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് AB ലൈൻ ഉണ്ട്, AD ലൈൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷീറ്റിലേക്ക് വരക്കുമ്പോൾ അതിൻ്റെ ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ. ഓക്കെ, ട്രയാങ്കിൾസിൻ്റെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ABD ഒരു ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അപ്പെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ വേണം 2 ടൈപ്പിൽ നമുക്ക് വരക്കാം കേട്ടോ ചെക്ക് ലൈന്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പെക്സിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു ചെക്ക് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 2 സർവേ ലൈനിൽ 2 ഫിക്സഡ് പോയിൻറ്റ്സ് എടുക്കാം. ഓക്കെ, ഈ ഫിക്സഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വരക്കുന്ന ഈ ലൈനും നമ്മൾ ചെക്ക് ലൈൻ എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, ചെക്ക് ലൈൻ ഒന്നുകിൽ എന്താവാം, സർവേ നമ്മുടെ ഈ അപ്പെക്സ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കാം, അല്ലെങ്കിൽ 2 സർവേ ലൈൻസിൽ ഫിക്സഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ലൈൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടൈ സ്റ്റേഷൻസ് നോക്കാം. ടൈ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഓക്സിലറി സ്റ്റേഷൻസ്. നമ്മുടെ ഈ പ്ലോട്ട് ABCDൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ട്രീ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലും ഇൻറ്റീരിയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഇതൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ് ബേസ് ലൈനിന് വളരെ കൂടുതലാണെന്നും കുറേ കൂടുതൽ ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബേസ് ലൈനിന് ഈ ബിൽഡിങ്ങിലേക്ക് മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അങ്ങനെ ബേസ് ലൈനിൽ നിന്ന് ലോങ് ഓഫ്സെറ്റ് ഒഴിവാക്കിയിട്ട് ഈ ബിൽഡിങ്ങിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈ സ്റ്റേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മെയിൻ സ്റ്റേഷന് കൂടാണ്ട് ഇതുപോലെ T1 T2 അപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റേഷൻസ് ABCD ആണ്. ഈ മെയിൻ സ്റ്റേഷന് കൂടാണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേഷൻസിനാണ് നമ്മൾ ടൈ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. രണ്ട് ടൈ ലൈൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് ടൈ ലൈൻ. T1 T2 ടൈ സ്റ്റേഷൻസ് ആണ്. T1 T2 തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ T1 T2 ലൈനാണ് ടൈ ലൈൻസ്. ഇതുപോലെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈ സ്റ്റേഷൻസ് ആൻഡ് ടൈ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടൈ ലൈന് നമുക്കൊരു ചെക്ക് ലൈൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെക്ക് ലൈൻ ഓൾറെഡി പഠിച്ചു. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അപ്പെക്സ് തൊട്ടിട്ട് ഇവിടുന്ന് അപ്പെക്സ് മുതൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ചെക്ക് ലൈൻ കിട്ടും. അതേപോലെ രണ്ട് ചെയിൻ ലൈനിൽ രണ്ട് ഫിക്സഡ് പോയിൻറ്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫിക്സഡ് പോയിൻറ്റ്സിന് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെക്ക് ലൈൻ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ BD ആൻഡ് BC രണ്ട് ചെയിൻ ലൈൻസ് ആണ്. അപ്പോൾ അതിൽ രണ്ട് ഫിക്സഡ് പോയിൻറ്റ്സ് ആണ് T1 ആൻഡ് T2. അപ്പോൾ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ടൈ ലൈൻ T1 T2 നമുക്കൊരു ചെക്ക് ലൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണുള്ളത്. താങ്ക് യു. നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.